മധുരം ജീവാമൃതബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ, ഇതെന്നെ കാപ്പിക്കാത്തൊരു എരു. ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനെ ഉണ്ടായി. സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാ അറിയുന്നത്. അല്ല, കാനഡ എങ്ങനെയാ, ഇഷ്ടമാണോ? കാനഡ പിന്നെ താല്പര്യം കാണാതിരിക്കുവോ അല്ലേ? പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ രാഗമാ ഉദ്ദേശിച്ചത്, കാനഡ രാഗം. ഈ അച്ഛൻ അവരെ ഇരുത്തി വെറുപ്പിക്കാണല്ലോ. ഈ മനുഷ്യന്റെ മുടിഞ്ഞൊരു രാഗവിസ്താരം. പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. താനോ? ഞാൻ കളരിയ. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അതായത് മേളകർത്ത രാഗങ്ങൾ എത്രയെണ്ണം മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അതിപ്പോ ഒരു 100-300 വരികയല്ലേ? അല്ല, ഈ രാഗങ്ങളാകെ 72 ഉള്ളൂ. രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? ഇവന്റെ ആശാന? എടാ ചെറുക്ക, ഇവനെ പടിയടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. എടാ ഒന്ന് അടങ്ങ്. അമ്മായി ഇറങ്ങാം. ഇരിക്കേ, ഞാൻ പെട്ടിയെടുക്കാം. അമ്മ, അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോത്തേ ഉള്ളൂ. കോരമോട് അതെ, പെണ്ണിന്തച്ച. പെരുന്തച്ചനോ? ദേ ഈ ഇരിക്കുന്നതേ പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണുണ്ണിയാണ്. അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈ സ്വാമി അല്ല. മനസ്സിലായി പെണ്ണിന്തച്ചന്? അതായത് ശരിയാൻ പോകുന്നില്ല. എടീക്ക്, ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടി ചാവും. മംഗളം പാടിയിട്ട് ഇറങ്ങിയാ പോരെ? എന്തു പറയുന്നു? അമ്മായി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി കുടുംബക്കാരെ പറ്റിയൊക്കെ നല്ലോണം തിരക്കിയിട്ട് മതി ഇറങ്ങി പുറപ്പെടാൻ. അമ്മേ, അവരൊക്കെ ദാങ്ങ എത്തിയല്ലോ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. കുഞ്ഞലിയോ പെങ്കൊച്ചെങ്ങനെ ഉറപ്പിക്കാവോ? ആണോ? എന്താ എടുത്തി? എന്താ വല്ലാതിരിക്കുന്നേ? ഇഷ്ടമായില്ലേ? ഒരാവതുണ്ടായിട്ടല്ല ഞാൻ ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത്. നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവൃത്തി ആവുമല്ലോ എന്നും കരുതിയ. അല്ലമ്മായി, ഒരു മുഴുപ്രാന്തന്റെ മോളെയാണോ ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത്? ഇതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കെട്ടിയെന്നളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നോടാ. അയ്യോ, അപ്പൊ ശരിക്കും ഭ്രാന്തനായിരുന്നോ? ശരിക്കും ഭ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് ഭ്രാന്തനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സംഗീതത്തിൽ ഏതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു. കാനഡ എന്നോ അമേരിക്ക എന്നോ. ചിരിച്ചോ, ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും. ഇവനെ ഭാവിയിലെ യേശുദാസ. എന്താടാ? അയ്യോ, ചായ കിട്ടിയില്ല. ഇപ്പൊ എടുക്കാം. ആർക്കാടാ സ്പെഷ്യൽ ചായ? ഇത് മോഹൻകുമാർ സാറിന്. ഈ പടത്തിൽ അഭിനയിച്ച മോഹൻകുമാർ സാറിനെ. ഓ, മോഹൻകുമാറിന് അണ്ണാ ഇന്റർവെല്ലിന് കൊണ്ട് കൊടുത്തു. ഇപ്പൊ ക്ലൈമാക്സ് ആവാറായില്ലേ? ആർക്കറിയായത് ഇയാള് നാളെ കയറി വല്ല സൂപ്പർ സ്റ്റാറും ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ ഒരു പിടി. നീ എന്താടാ പറഞ്ഞത്? നാളെ ആയെങ്കിലോ ഒന്നു? എടാ, അയാള് സ്റ്റാർ ആയിരുന്നടാ. എണ്ണം പറഞ്ഞ 10-28 പടങ്ങളില് അയാള് ഹീറോ ആയിരുന്നു. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തുവാരിയതോടുകൂടി വാഷ് ഔട്ടായി പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും. ബെസ്റ്റ്. ഇപ്പോ 10-30 വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല. ഇങ്ങനെയും കുറെ നടന്മാരുണ്ട്. റിങ് പോകുന്നുണ്ട്, സംസാരിച്ചോളൂ. അച്ഛാ ഫോൺ കെട്ടിയിരുന്നു അച്ഛാ. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. അച്ഛൻ ഒരിക്കലും നിന്നെ ശപിച്ചിട്ടില്ല. എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്തോ ഒരു വലിയ നിവൃത്തികേട് കൊണ്ടാണ് നീ എന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പടം കൊള്ളാം, പക്ഷേ ഈ സിനിമയില് സാറിന് ചെയ്യാൻ മാത്രം വലിയ റോളൊന്നുമില്ലല്ലോ. ഈ സംവിധാനം തന്റെ എല്ലാ പടത്തിനും നായകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടും. അതുകൊണ്ട് ചെയ്താണ്, അല്ലെങ്കിൽ എന്റെ പട്ടി ചെയ്യും. ഇതിന് അവാർഡൊക്കെ കിട്ടും, പക്ഷേ നായകൻ അയാളല്ലേ. കഥ പറയുമ്പോ ഞാനായിരുന്നു നായകൻ. എനിക്കത് മതി. നിന്റെ മോക്ക് എത്ര
56 വയസ്സായി. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണം. അച്ഛൻ വരാം. താൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടൊരു 4-5 കൊല്ലം ആയി കാണുമല്ലേ? അന്ന് വിജയുടെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സമയത്ത് എന്തോ വന്നതാ. കഴിഞ്ഞ 5-6 കൊല്ലത്തിനിടയ്ക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ. അതോടുകൂടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് തിരിഞ്ഞു. അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി. വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടും താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. 1 വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട്. അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ. താൻ പിന്നെ ഭാഗ്യവാന്. പ്രൊഡക്ഷനിലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. ഒരു കാലത്ത് ഞാൻ ദൂരത്തടിച്ചിട്ടില്ല. ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ടങ്ങ് പോവും. പിന്നെ ചില്ലറ ബിസിനസ്സൊക്കെ പൊട്ടിയത് തനിക്കറിയാമല്ലോ. ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ. നമ്മളെ പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ. ഒരു ചായ എടുക്കട്ടെ? കട്ടനേ ഉള്ളൂ. ശരി. ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് മോഹൻ. നേരത്തെ എത്തിയല്ലോ. വാ, മനസ്സിലായോ? അരുൺ രാജീവ് ചെയ്ത 2 പടവും 100 ഡേയ്സ് അടിച്ച സംവിധായകന്. അറിയാം. ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോടൊരു ത്രെഡ് പറഞ്ഞു. ഇനി വേറൊരുത്തനോട് മിണ്ടിപ്പോകരുത്, എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ കയറി അങ്ങ് വട്ടം പിടിച്ചു. ഒരു ചായ ആകാല്ലേ? സർ, സിനിമ ഞാൻ കണ്ടിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. സാറിന് എന്തായാലും ഒരു അവാർഡുണ്ട്, ഐ ആം ഷുവർ. വിളിക്കുന്നവരെല്ലാം ഇത് തന്നെയാ പറയുന്നല്ലേ, ദൈവം വലിയവനാണ്. കാത്തു കാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞില്ല. ഈ പ്രോജക്റ്റ് ഇപ്പൊ എന്റെ കച്ചിത്തുരുമ്പ. തന്റെ പടത്തിൽ അഭിനയിച്ചില്ലേ പുതിയ നായകൻ കൃപേഷ്? പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം. എല്ലാം ശരിയാവും പ്രകാശ്. പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും. ഞാനൊന്നും കൊണ്ടുവന്നില്ല, കൊച്ചച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടേ. നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഭിലാഷേ കൊടുക്കണ്ട മോനെ അഭിലാഷേ? വെറും 30 സെക്കൻഡ് അല്ലേ, കൊടുക്കണ്ട അഭിലാഷേ. കുളിക്കാൻ ചൂടുവെള്ളം അഭിലാഷത്തിന് കൊടുക്കുന്നേ. എവിടാ കൂട്ടി കേറിയോ? കേറി 3-4 പാട്ടുകൾ നോക്കാനുണ്ട്. അടുത്ത ആഴ്ച ഒരു ഭക്തിഗാനം വളയണ്ടേ കൊളമാവില്. കൊളമാവിലോ? കൊളമാക്കല്ലേ, നല്ല ഇടിയന്മാരുള്ള സ്ഥലവാ. ഈ ചളു പഠിക്കാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അല്ലടാ, നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ഛൻ ഫാദർ ജെയ്സിനെ കണ്ടില്ലായിരുന്നു. ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു TV ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന്. അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ. പ്രതീഷ് എന്ന അവന്റെ പേര്. നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം. എന്നാ ഏതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാളെ അവിടെ പോണം. ഏറ്റല്ലോ? ഓ ശരി, ഏറ്റു. ഇവിടെ പേരും സൈനും ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷ് അകത്ത് കൺസോളുണ്ട്. സർ കണ്ടസ്റ്റന്റ് ആണോ? അതെ. കുട്ടി പാടാൻ വന്നാണോ? പണ്ട് ഞങ്ങളുടെ കോളേജിൽ സർ മലയാളം ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സമയമുള്ളപ്പോൾ വെറുതെ സമയം കളയാൻ വേണ്ടി. ഹലോ, ഇവിടെ നിന്ന് പഞ്ചാര അടിക്കാതെ അകത്തേക്ക് ഇല്ല. അല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ടാ. ശരി, അടുത്ത ആള്.
അനീഷേ സർ, ഇത് ഉയരല്ല ഉയരെയാണ്. ഉയര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കേണ്ടത്. ലിറിക്സ് പോലും പഠിക്കാതെ ഇവനൊക്കെ പാടാൻ വന്നിരിക്കണേ. സോറി, പ്രതീഷ്. യെസ്, പ്രതീഷാണ്. ഞാൻ ഫാദർ ജെയ്സൺ പറഞ്ഞിട്ട് വന്നതാണ്. ഒരു കൃഷ്ണനുണ്ണി. അതെ അതെ. പക്ഷെ ഫാദർ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞോളൂല്ലോ. ഞാൻ ഒരാളേ ഉള്ളൂ. ഈ കൃഷ്ണനും ഉണ്ണിയും ഞാൻ തന്നെ. അപ്പൊ ഈ കൃഷ്ണനുണ്ണിയാ? അല്ല, ഞാൻ പാടാൻ വേണ്ടി വന്നതാ. പിന്നെ പ്രദീപ് സാറ് ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ പരിചയപ്പെടാലോ എന്ന് വിചാരിച്ചു. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സാന്ന് ജസ്റ്റ് ഒന്ന് താൻ എന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാണ്? അത് ഈ ഫ്ലോയിൽ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഉരുളണ്ട. അപ്പോൾ ഞാൻ ടാഗ് എടുത്ത് തരാം. നെക്സ്റ്റ് തന്നെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ പടം റെഡി അല്ലേ? അടുത്ത് തന്നെ വിളിക്കാം. അവിടെ. താങ്ക് യു സർ. എന്താ കുട്ടിയുടെ പേര്? ശ്രീരഞ്ജിനി. സീനിയർ സിംഗേഴ്സിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ആരാണ്? വാണി ജയറാമിന്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. വാണിയമ്മയുടെ ഏത് പാട്ടാ ശ്രീരഞ്ജനി എന്ന് പാടുന്നത്? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എന്നാലും ഒരു സോങ് ട്രൈ ചെയ്യാം സർ. തുടങ്ങിക്കോളൂ. എന്താടാ ദാമോദര ഇങ്ങനെ കിടന്ന് ഇവൻ വലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കൈയടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ? എണീറ്റൊന്നും നിന്നില്ല, ഇഷ്ടമായത് ഇങ്ങനെ കാണിച്ചു. അതൊരു പച്ചക്കൊടിയാടാ. രുക്കുവേടത്തിൽ പറയുന്ന പോലെ ഭാവിയിൽ ഒരു യേശുദാസാക്കാനുള്ള പച്ചക്കൊടി. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഇവനിപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ എന്തോ ആവട്ടെടാ, ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണോ? ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരെ? ഈ സംവിധായകരെയൊക്കെ പരിചയപ്പെടുത്തും, സിനിമയിൽ പാട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ മെല്ലെ നടന്നു. അതെ, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടൈമാന്നേ. അങ്ങേരുടെ കൂടെ നടന്ന് 2 വർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ. നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതെങ്ങാനും ക്ലിക്കായാലേ ലൈഫ് ജിങ്കാലാലയാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. എന്റെ സമയം തെളിയാതിരുന്ന ഇപ്പോൾ സാറിന്റെ കുഴപ്പമായോ? എടുപിടിന്ന് അവിടെ നിന്നിട്ട് പോരാൻ പറ്റിയല്ലോ. അത് ശരിയല്ല. പിന്നെ ഞാനൊരു ഓഡീഷൻ പാസ്സായതോളൂ, അല്ലാതെ സിനിമാ പാട്ടുകാരനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആവുന്നിടം വരെ നീ ആ ജോലി കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ജോലി ഉള്ളത് നല്ലതേട്ടാ. ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതാ ബെസ്റ്റ്.